ഓക്കെ. നമുക്കൊരു ഡാർട്ട് ആപ്ലിക്കേഷൻ എഴുതി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡോട്ട് കമ്പൈലർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റം റിക്വയർമെന്റ് എന്ന് പറയുന്നത് യു നീഡ് ഡാർട്ട് എസ് ഡി കെ. Okay, then you need an editor for writing the code. Then you need to view the output. These are the requirements. Okay. സോ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു എഡിറ്റർ വേണം. യു ക്യാൻ യൂസ് എനി എഡിറ്റർ. ഐ എം ഗോയിങ് ടു യൂസ് വി എസ് കോഡ്. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവരുടെ കയ്യിലും എന്തുണ്ടായിരിക്കും? വി എസ് കോഡ് ഓൾറെഡി ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ഗോ ടു വി എസ് കോഡിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇൻസ്റ്റാൾ ദ ഡാർട്ട് പ്ലഗിൻ. ഡാർട്ട് എക്സ്റ്റൻഷൻ, ഇറ്റ്സ് നോട്ട് പ്ലഗിൻ, എക്സ്റ്റൻഷൻ. വി എസ് കോഡിൻ്റെ ടേംസിൽ പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ. ദെൻ യു ആർ റെഡി ടു യു ക്യാൻ റൈറ്റ് യുവർ ഡാർട്ട് പ്രോഗ്രാംസ്. ഓക്കെ. ദെൻ യു നീഡ്, നമുക്കിപ്പോൾ പ്രോഗ്രാം എഴുതാൻ പറ്റുള്ളൂ, കോഡ് എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അത് കമ്പൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? യു നീഡ് കമ്പൈലർ. സോ നമുക്ക് ഡാർട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ഡാർട്ട് എസ് ഡി കെ ഡൗൺലോഡ് ചെയ്യണം. ദെൻ പല രീതിയിൽ നിങ്ങൾക്ക് സിസ്റ്റത്തിൽ പല പ്ലാറ്റ്ഫോം, നിങ്ങളുടെ കമ്പ്യൂട്ടർ ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് മാക്ക്, ലിനക്സ്, വിൻഡോസ്, ഓൾ പ്ലാറ്റ്ഫോംസിലേക്ക് ഡാർട്ട് എസ് ഡി കെ അവൈലബിൾ ആണ്. യു ക്യാൻ download and install Dart SDK, and there are different ways you can install Dart on your machine. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡാർട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക. Okay, this is the official website, and you can have get Dart link here. So click on that link. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് സിസ്റ്റം റിക്വയർമെൻറ്റും അങ്ങനത്തെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് വേസ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. യൂസ് എ പാക്കേജ് മാനേജർ. യു ക്യാൻ യൂസ് ഡോക്കർ ഇമേജ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ എസ് ഡി കെ ആർക്കൈവ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ദെൻ build the SDK from source, and there are different ways. So I'm going to use this thing. Go to download from SDK archive. Then അവിടെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ചാനൽസ് ഇവിടെ തന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് ചാനൽസ് ഇൻ ദ സെൻസ് ബീറ്റ, സ്റ്റേബിൾ ചാനലുണ്ട്, ബീറ്റ ചാനലുണ്ട്, ദെൻ അങ്ങനത്തെ മാസ്റ്റർ ചാനൽ. ദർ ആർ ഡിഫറെൻറ്റ് ചാനൽസ്. ബീറ്റ ചാനൽ ഇസ് ദർ, ദെൻ dev channel is there, main channel is there. Okay, see, we need stable channel. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഡാർട്ട് വേർഷൻ ഏതാണെന്ന് നോക്കുക. അതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗൺലോഡ് ലിങ്ക് ഉണ്ടായിരിക്കും. ആൻഡ് ഇതതിൻ്റെ സിഗ്നേച്ചറാണ്. ആൻഡ് യു ഡോണ്ട് ഹാവ് ടു ഡൗൺലോഡ് ദിസ് തിങ്. യു ക്യാൻ ഡൗൺലോഡ് ഡാർട്ട് എസ് ഡി കെ. ഈ ഡാർട്ട് എസ് ഡി കെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലേറ്റസ്റ്റ് ഡാർട്ട് എസ് ഡി കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു സിപ്പ് ഫയലായിട്ടായിരിക്കും ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ, നിങ്ങളുടെ മെഷീനിൽ ഓൾറെഡി ഡാർട്ട് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ടേക്ക് ദ കമാൻഡ് പ്രോംപ്റ്റ്. ദെൻ ഇവിടെ എന്ത് ചെയ്യുക? കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് യു ക്യാൻ ഹാവ് ഡാർട്ട് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഹൈഫൺ വേർഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഡാർട്ട് വേർഷൻ കിട്ടും. റൈറ്റ് നോ ഐ ഹാവ് ഡാർട്ട് 3.2 സ്റ്റേബിൾ എൻ്റെ മെഷീനിൽ അവൈലബിൾ ആണ്. ഓക്കെ. ദെൻ ഞാനിവിടെ എന്ത് ചെയ്തു? ലേറ്റസ്റ്റ് ഡാർട്ട് വേർഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം? ആ ഫയൽ കാണാം ഡൗൺലോഡ്സിൽ. ഓർ യു ക്യാൻ go to the location. Okay, ആ ഫോൾഡറിലേക്ക് പോവാം. അപ്പോൾ യു ക്യാൻ സീ ദ ഡാർട്ട്. ആൻഡ് ഇത് ചെയ്യേണ്ട കാര്യം, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, extract this thing. This is zip file, so extract all, then extract ചെയ്യാം. ഓക്കെ. ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഡാർട്ട് എസ് ഡി കെ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും. ഓക്കെ. ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ് ടു എക്സ്ട്രാക്ട്. സോ അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പൻ ചെയ്യുന്നത് ഓൾറെഡി ഇവിടെ എന്തുണ്ട്? ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഐ ഹാവ് മൈ ഡാർട്ട്. ആക്ച്വലി ഞാൻ ഡാർട്ട് എസ് ഡി കെ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. എൻ്റെ ഫ്ലട്ടറിൻ്റെ കൂടെ വന്ന എസ് ഡി കെ ആണ്. അപ്പോൾ ഡാർട്ട് എസ് ഡി കെ നിങ്ങൾക്ക് സ്റ്റാൻഡ് അലോണായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഫ്ലട്ടർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് എന്തുണ്ടായിരിക്കും? അതിൻ്റെ കൂടെ ഡാർട്ട് എസ് ഡി കെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഡാർട്ട് എസ് ഡി കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്റ്റാൻഡ് അലോൺ ഡാർട്ട് പ്രൊജക്ട്, ഡാർട്ട് ആപ്ലിക്കേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എസ് ഡി കെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് എസ് ഡി കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ ദാറ്റ്. ഓക്കെ, ഇറ്റ്സ് എക്സ്ട്രാക്ടിങ്. ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് എ ഫോൾഡർ, ഡാർട്ട് എസ് ഡി കെ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഐ വിൽ ഷോ യു ദിസ് ദ ഫോൾഡർ, ഡാർട്ട് എസ് ഡി കെ. ഓപ്പൺ ദാറ്റ് ഫോൾഡർ. ദെൻ അതിനകത്ത് ബിൻ എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടായിരിക്കും. ഓക്കെ, ഗോ ടു ദാറ്റ് ബിൻ. ദെൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ സീ എ പാത്ത് ഹിയർ, ആൻഡ് യു ക്യാൻ മൂവ് ഇറ്റ് ഫ്രം ഇറ്റ് എ സേഫസ്റ്റ് ഫോൾഡർ, ബിക്കോസ് ഡൗൺലോഡ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോപ്പി ദിസ് to somewhere else. I'm going to move this into my C drive, and I'm going to create a new folder here. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾക്ക് അതിനൊരു പേര് കൊടുക്കുക. അവിടെ ഞാനതിന് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ഡാർട്ട് എസ് ഡി കെ എന്ന് പേര് കൊടുത്തു. ഓക്കെ, ആൻഡ് ഓപ്പൺ ദാറ്റ്, പേസ്റ്റ് ഇറ്റ് ഹിയർ. നമുക്ക് ഓൾറെഡി എക്സ്ട്രാക്ട് ചെയ്ത് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ഓപ്പൺ ദിസ്, ദെൻ ഓപ്പൺ ദ ബിൻ ഫോൾഡർ ആൻഡ് കോപ്പി ദിസ് പാത്ത്. ഈ പാത്ത് കോപ്പി ചെയ്യും.
ഓക്കെ. ദെൻ ഇനി ചെയ്യേണ്ടത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഡാർട്ട് നമ്മൾ ആക്ച്വലി ഇൻസ്റ്റാളർ ഉപയോഗിച്ചല്ല ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, ഈ പറയുന്ന ലൊക്കേഷനിൽ നമ്മൾ ഡാർട്ട് SDK കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ OS ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, യു ഹാവ് ടു സെറ്റ് ആൻ എൻവിറോൺമെന്റ് വേരിയബിൾ. വിൻഡോസിന്റെ സെർച്ചിൽ വന്നിട്ട് എഡിറ്റ് സിസ്റ്റം എൻവിറോൺമെന്റ് വേരിയബിൾസ് എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ സിസ്റ്റം പ്രോപ്പർട്ടീസ് ഡയലോഗ് ബോക്സ് വരും. ആൻഡ് ഫ്രം ദ ഡയലോഗ് ബോക്സ് സെലക്ട് ദിസ് എൻവിറോൺമെന്റ് വേരിയബിൾസ്, ക്ലിക്ക് ഓൺ ഇറ്റ്. Now you have all the variables here and take the path. Okay, ഞാൻ പാത്ത് സെലക്ട് ചെയ്തു. then click on the new, then paste that path here. Okay, ഞാൻ ആ പാത്ത് ഇവിടെ എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. ക്ലിക്ക് ഓക്കെ. then okay, okay. then നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഇൻസ്റ്റലേഷൻ കറക്റ്റ് ആണെന്ന് അറിയണമെങ്കിൽ അഗൈൻ ഗോ ടു കമാൻഡ് പ്രോംപ്റ്റ്, then type dart -- version. Okay. നോ യു ക്യാൻ സി യുവർ ഡാർട്ട്. ഇതെൻ്റെ ഫ്ലട്ടറിൻ്റെ കൂടെയാണ് കാണിച്ചു തരുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡ് അലോൺ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ക്യാൻ സീ ദ ലേറ്റസ്റ്റ് വേർഷൻ 3.3 നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നൗ യുവർ സിസ്റ്റം ഈസ് റെഡി ടു റൺ യുവർ കമ്പൈൽ ഡാർട്ട് പ്രോഗ്രാംസ് ആൻഡ് യു ക്യാൻ ഓപ്പൺ VS Code. സോ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ഫോൾഡർ ഫോർ ദിസ് ട്യൂട്ടോറിയൽ. സോ ഗോ ടു മൈ D drive. ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ and that is let me rename it. That is Dart tutorial. Okay, and I'm going to open YT YouTube. Okay, then ഈ ഫോൾഡറിലാണ് നമ്മൾ ഡാർട്ടിൽ ഉള്ള പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഓപ്ഷണൽ. യു ക്യാൻ ഡു വാട്ട് ഓവർ നെയിം, വാട്ട് ഓവർ ലൊക്കേഷൻ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, then I'm going to open this in my VS Code. So I'm going to open command prompt in this location, then type code space a period symbol. Okay, now your VS Code is starting. Okay, let me change the theme and preferences. Go to theme and the color theme. I need dark theme. Okay, now your VS Code is ready. And ആദ്യം ചെയ്യേണ്ട കാര്യം, VS Code ഒരു ജനറിക് ഐഡിയ ആണ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലും അത് കോഡ് എഴുതാം. പക്ഷെ നിങ്ങൾക്ക് അത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതത് ID, അതത് കമ്പൈലേഴ്സ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് C പ്രോഗ്രാം എഴുതാം, പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണം, കമ്പൈൽ ചെയ്ത് ഔട്ട്പുട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് C കമ്പൈലർ ഉണ്ടായിരിക്കണം. അതേപോലെ നമ്മൾ ഡാർട്ട് പ്രോഗ്രാംസ് എഴുതി VS Code ഷിപ്പ് ചെയ്ത് വരുമ്പോൾ ഓൾമോസ്റ്റ് കുറേ ലാംഗ്വേജിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ഇന്റലിജൻസ് ഓപ്ഷനും അതിന്റെ കോഡ് കളറിങ്ങും അങ്ങനത്തെ കാര്യമൊക്കെ എക്സാക്ട്ലി കിട്ടണമെന്നുണ്ടെങ്കിൽ അതത് ലാംഗ്വേജിന് വേണ്ട എക്സ്റ്റൻഷൻസ്, ദാറ്റ് മീൻസ് അഡീഷണൽ കാപ്പബിലിറ്റീസ് ആണ് ഈ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ഡാർട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡാർട്ട് എക്സ്റ്റൻഷൻ കിട്ടും. ഇറ്റ് ഈസ് എ ഡാർട്ട് എക്സ്റ്റൻഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഇതേപോലെ ഇൻസ്റ്റാൾ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക്, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്, അല്ലെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ ഓപ്ഷൻ കിട്ടും. ആൻഡ് ക്ലിക്ക് ഓൺ ദാറ്റ് ഇൻസ്റ്റാൾ. അപ്പോൾ ഇതേപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ലെറ്റ് മീ അൺഇൻസ്റ്റാൾ ഇറ്റ്. ഓക്കെ, ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു. നൗ യു ക്യാൻ സീ ദ ഇൻസ്റ്റാൾ ഓപ്ഷൻ. ക്ലിക്ക് ഓൺ ദിസ്. നൗ ഇറ്റ് ഈസ് ഇൻസ്റ്റാളിങ്. ഇറ്റ്സ് ഇൻസ്റ്റാൾഡ്. നൗ യു ക്യാൻ യുവർ VS Code വിൽ റെക്കഗ്നൈസ് യുവർ കോഡ്. നിങ്ങളുടെ ഡാർട്ട് കോഡിനെ കോഡ് ഇന്റലിജൻസ് ഓപ്ഷൻസും അങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും, റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, ഇതേപോലെയാണ് എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ആൻഡ് യു വിൽ ഗെറ്റ് ഡീറ്റെയിൽഡ് ഇൻസ്റ്റാളേഷൻ ഇൻസ്ട്രക്ഷൻസ് ചെയ്യുക. ഏതൊക്കെ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം, നിങ്ങളുടെ പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ വിൻഡോസ് മെഷീനാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ ഞാൻ വിൻഡോസിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ എന്ത് വേണം, ഡാർട്ട് SDK ഡൗൺലോഡ് ചെയ്യുക. ദെൻ അത് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കുക. അതിന്റെ പാത്ത് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ദെൻ യു ആർ റെഡി ടു ഗോ. ഓക്കെ, ഓർ ഗുഡ് ടു ഗോ. Then you can write your Dart programs. Okay, so I think it is clear, and this is how you install Dart on your machine. And remember one thing, if you already installed Flutter, and there is no need for separately installing Dart, because Flutter SDK comes with Dart SDK. Dart SDK കൂടെ കൂടിയിട്ടാണ് അത് വരുന്നത്. അതല്ല, നിങ്ങൾക്ക് സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാംസ് ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഡാർട്ട് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് ചെയ്യണം, ഡാർട്ട് പ്രൊജക്ട് ചെയ്യണം ഫ്ലട്ടർ ഇല്ലാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡാർട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഫ്ലട്ടർ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഈവൻ ഫ്ലട്ടർ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡ് അലോൺ ഡാർട്ട് പ്രോഗ്രാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ കഴിയും. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.